കളക്ഷൻ പോലില്ല. ഞാൻ പറഞ്ഞ വുമൻസ് കോളേജിൻ്റെ അവിടെ അങ്ങനെ പോയി നിൽക്കാം. ഞാൻ പറയുന്നതെല്ലാം കേൾക്കുന്നുണ്ടോ? എന്തുവാണ് ഇങ്ങനെ പെണ്ണെന്ന് പറഞ്ഞ അലർജിയാണ്. എന്താ നമുക്ക് പോയി മുട്ടി നോക്കിയാലോ? എന്ത് കാര്യത്തിന്? ഓൾറെഡി നീ കമ്മിറ്റഡ് അല്ലേ? നീ എന്ന് പറഞ്ഞ ചാകട നേരത്തെ ഉണ്ടല്ലോ. നിനക്കിത് എന്തിന്റെ കട? എടാ നിന്റെ ഈ മൈൻഡ് സെറ്റ് കാരണം നീ ഇപ്പോൾ സിംഗിൾ ആയിട്ടിരിക്കും. ഞാൻ അങ്ങ് സഹിച്ച് അവിടുത്തെ പോകുമ്പോ തന്നെ അങ്ങ് പോയാൽ മതി. നാട്ടുകാരിൽ നിന്ന് കിട്ടുന്ന മുട്ടും തന്നെ അങ്ങ് മേടിച്ചു. എടാ ആരോഗ്യം ഉണ്ടായി തന്തയെ പറ്റിച്ചാണെങ്കിലും ജീവിക്കുക. എങ്കിൽ ഞാൻ പോയി മുട്ടി നോക്കിട്ട് വരാം. ചെല്ലേ കിട്ടുന്ന വാങ്ങിച്ചോ. നമ്മളെവിടെയോ കണ്ടിട്ടുണ്ടല്ലോ. ഇവിടെ എന്താ വന്നേ? ലൈബ്രറി വരെ വന്നേ. ഞാൻ ശരിക്കും വന്നത് ഞാൻ കുട്ടിയോടൊരു കാര്യം പറയാം. എനിക്ക് കുട്ടിയെ കണ്ടപ്പോൾ തന്നെ ക്രഷ് അടിച്ചു. ഈ ലവ് അറ്റ് ഫസ്റ്റ് സൈറ്റ് എന്നൊക്കെ പറയുന്നവരെ. സോറി, ഞാൻ കമ്മിറ്റഡാ. ഓക്കെ, എനിക്കൊരു ഫ്രണ്ടായിട്ട് ഐ മീൻ ബെസ്റ്റി ഫോൺ നമ്പർ ഒന്ന് തരുമോ? നോട്ട് ഇൻട്രസ്റ്റഡ്. ഇയാളുടെ പേര് അജയ് എന്നല്ലേ? അതെ, എന്നെ എങ്ങനെ അറിയാം? എന്റെ ഷോർട്ട് ഫിലിംസ് എല്ലാം കണ്ടിട്ടുണ്ടോ? ഇല്ല. നീലിമ ഭയങ്കര ട്രെൻഡായിരുന്നു. കൊളക്കോഴി, നീലിമ, കലിപ്പൻ, ഒരുപാട് ഷോർട്ട് ഫിലിം ഉണ്ട്. അതിലേതെങ്കിലും കണ്ടു കാണും. ഞാനൊന്നും കണ്ടിട്ടില്ല. ഇയാള് ശല്യപ്പെടുത്താൻ പോയിക്കേ. പിന്നെ കണ്ടു കാണത്തില്ല. സത്യത്തിൽ ഞാൻ അഭിനയം മാത്രമല്ല, ഞാൻ ലിറിക്സ്, സിംഗർ, എഡിറ്റർ, റൈറ്റർ, ഡയറക്ടർ, മിക്സിങ് നേരത്തെ ഒരു അങ്ങനെ ചെയ്തോണ്ടിരുന്നേ. ഇപ്പൊ അത് ഞാൻ ചെയ്യും. ഞാൻ ചെയ്യാത്തായിട്ടൊരു എനിക്കിതൊന്നും അറിയത്തില്ല. ഞാനിതൊക്കെ ആദ്യമായിട്ട് കേൾക്കുന്ന തന്നെ. ഇതൊക്കെ ശല്യവാ. എന്തായി? അവൾക്ക് ഇൻട്രസ്റ്റ് ഇല്ലെന്ന് പറഞ്ഞു. സ്വാഭാവികം. നീ വിഷമിക്കൊന്നും വേണ്ടടാ. എനിക്കെന്ത് വിഷമം? അവളല്ലേ അവളുടെ അമ്മ. അത് കൊള്ളാം. അമ്മയാകുമ്പോൾ നിനക്ക് നന്നായിട്ട് ചേരും. അവർക്കാകുമ്പോൾ ഒരു വരുമാനം ഉണ്ടല്ലോ. വരുമാനം? വാർദ്ധക്യ പെൻഷൻ. നീ അവരും കിട്ടടാ. അപ്പോൾ നിനക്കൊരു പെണ്ണായി, അമ്മൂമ്മയുടെ സ്നേഹമായി, ഒരു വരുമാനമായി. ഒരുമാതിരി പൊളിഞ്ഞ് കഴിക്കുമ്പോൾ തൊലിഞ്ഞ കോമഡി അടിക്കില്ല. ഹായ് മോളു. എടാ പട്ടി തെണ്ടി നാറി. നിന്നെ പറ്റി പലരും പലതും എന്നോട് പറഞ്ഞു. പക്ഷെ ഞാൻ വിശ്വസിച്ചില്ല. എന്താ മോളെ? നീ ഇപ്പൊ പ്രപ്പോസ് ചെയ്തില്ലേ? അവളെന്റെ ഫ്രണ്ടാ. അവളെന്നോട് എല്ലാം പറഞ്ഞു. ഇനി മേലെ എന്നെ വിളിച്ചു പോകരുത്. ലെറ്റ്സ് ബ്രേക്ക്. എന്താടാ, എന്താ പ്രശ്നം? അനിയോ വിളിച്ചത്. കുറേ തെറി പറഞ്ഞിട്ട് ബ്രേക്കപ്പ് വന്നു. എന്താ കാര്യം? ഇപ്പൊ അവിടെ നിന്ന് പെണ്ണില്ലേ, അത് അവളുടെ കൂട്ടുകാരിയാവുന്നു. നിന്റെ കൂടെ നടന്ന് തെണ്ടി ഞാനും സിംഗിളായി. എന്തോ? എങ്ങനെ? അജയ് സാറേ, ചെറിയൊരു പ്രശ്നമുണ്ട് അതിൽ. കണ്ടോൾമാരുടെ തേപ്പ് മേടിച്ച് കണ്ടോൾമാരെ തേച്ചും സിംഗിളായവനല്ല ഞാൻ. തേക്കാൻ പോലും ഒരു പെണ്ണില്ലാതെ മൂഞ്ചിത്തട്ട് സിംഗിളായവനല്ലേ നീ? പക്ഷെ ഞാൻ അങ്ങനല്ല.